Good afternoon, teacher. Good afternoon, all. Good afternoon, Miss. ഓക്കെ, നമ്മള് കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ? അല്ലെ, കുറച്ച് ദിവസമായില്ലേ ക്ലാസ്? അതെ ടീച്ചർ. ഓക്കെ, പുതിയൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ. നമുക്ക് കൂടുതൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമുക്കറിയാവുന്ന കുറച്ച് പ്രകൃതി ദുരന്തങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എളുപ്പമാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ്. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മനസ്സിലാക്കാം. നോക്കാം, ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. വായിക്കാം. സ്ക്രീൻ ക്ലിയർ ആണല്ലോ? വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വോയിസ് കട്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. Disaster have been existence ever since the history of mankind and have molded the density of the earth and its people. The disaster event affects every community and no community is free from it. The disaster may be the second major human problem after war. അല്ലെ, നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുരന്തങ്ങൾ, നമുക്ക് ഒത്തിരി ദുരന്തങ്ങൾ അതിൽ ഉൾപ്പെടും അല്ലെ, ഡിസാസ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. സോ മനുഷ്യന്റെ ചരിത്രം മുതൽ നമ്മള് ദുരന്തങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം നിലവിലുണ്ട് അല്ലെ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ട്, അല്ലെങ്കിൽ എന്താ ഉരുൾപൊട്ടല, അല്ലെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഒത്തിരി ദുരന്തങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഫ്ലഡ്, അങ്ങനെയുള്ള ഒത്തിരി ദുരന്തങ്ങൾ മനുഷ്യന്റെ ജീവരാശി, മനുഷ്യരാശി എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് തുടങ്ങി പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മള് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിൽ നിന്നും നമ്മൾ ആരും വിമുക്തമല്ല അല്ലെ. എല്ലാവരും തന്നെ ഒരാളെ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടാണോ ദുരന്തങ്ങൾ വരുന്നത്? അല്ല അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും, എല്ലാ മനുഷ്യരാശിയിലും എല്ലാവർക്കും അതിന്റെ ആഘാതങ്ങൾ ഏൽക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ ജനങ്ങളെയും അല്ലെങ്കിൽ എല്ലാവരെയും ഇതൊരു പ്രശ്നത്തിലാക്കി, ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ മൊത്തം തന്നെ പ്രശ്നത്തിലാക്കി. ഇനി പറയുന്നത് നമ്മുടെ സെക്കൻഡ് വേൾഡ്, അതായത് വാറിന് ശേഷം അല്ലെ, ഒരു യുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യൻ അനുഭവിച്ച ഒരു പ്രശ്നമാണ് ഈ ഡിസാസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്ക് യുദ്ധത്തിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളും മറ്റുമായിട്ടുള്ള മറ്റ് അനവധിയായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, in perspective of monetary damage and the number of people killed or affected, millions of people fall victims annually by natural disaster and result in a number of deaths, suffering and economic losses, and the poorest countries are mostly affected by disasters economically and socially. നമുക്കറിയാം ഒത്തിരി നമ്മൾ ഈ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഡാമേജസുകൾ വരും, ജനങ്ങൾ കൊല്ലപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരും. അവിടുത്തെ ഒരു എക്കണോമിക് സാമ്പത്തിക സ്ഥിതി തന്നെ ഇല്ലാണ്ടായേക്കാം. ഇനി പൂറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ, വളരെ മോശപ്പെട്ട ഭയങ്കര പൂറായിട്ടുള്ള കൺട്രീസിലൊക്കെ ഇതിന് എക്കണോമിക്കലായിട്ടും അല്ലെങ്കിൽ സോഷ്യലി ആയിട്ടും അഫക്ട് ചെയ്യാറുണ്ട് ഡിസാസ്റ്റർ അല്ലെ. നമുക്കൊരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലോ. നമുക്ക് കൂടുതലും ഭയങ്കര എന്താ പറയാ, മനുഷ്യന് തന്നെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന, മീൻസ് മനുഷ്യന്റെ ജീവൻ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഡിസാസ്റ്റർ ഉണ്ടാക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ബെനിഫിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നോക്കാം. ആൻഡ് ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി, ഇനി നമുക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതാണ് പറയാൻ പോകുന്നത്. ഡാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies.
In particular, preparedness, response and recovery in order to reduce the after effect of disasters. അതായത് ഒരു ദുരന്തത്തിന്റെ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു, അതിന് അനന്തരഫലം അല്ലെ, കുറെ അനന്തരഫലങ്ങൾ ഉണ്ടാവില്ലേ? ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാം, ഡാമേജസുകൾ വരും, എക്കണോമിക്കലി ലോസ് ആകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ അനന്തരഫലങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. സോ അങ്ങനെയുള്ള അനന്തരഫലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കുറെ എമർജൻസി ആയിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ, നമ്മൾക്കിപ്പോ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ ക്യാമ്പുകളും എല്ലാം ഓപ്പൺ ആക്കും അല്ലെ. സോ അതൊക്കെ നമ്മളൊരു അടിയന്തര സാഹചര്യം നേരത്തെ മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത് അതിലൂടെ അല്ലെ. അപ്പൊ ഈ അടിയന്തര സാഹചര്യങ്ങളും അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളും എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു വിഭവങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങളും സംഘടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ദുരന്തങ്ങളൊക്കെ വരുമ്പോഴേ അതിനെങ്ങനെയെല്ലാം നേരിടാം അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്, ക്ലിയർ ആയല്ലോ? നോക്കാം. ഡിസാസ്റ്റർ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയാലോ. WHO defines disaster any occurrence that causes. നമ്മള് എന്താ WHO അതിനെ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിസാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസാസ്റ്റർ ആസ് എനി occurrence that causes അല്ലെ, എന്തെങ്കിലും ഒരു occurrence ആണ് അല്ലെ, അതിനെയാണ് നമ്മൾ WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിസാസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഡാമേജ് അല്ലെ, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഡിസ്റപ്ഷൻസ് മീൻസ് തടസ്സങ്ങള്, അല്ലെങ്കിൽ ഇപ്പോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫിന്റെ മനുഷ്യന്റെ ജീവൻ നഷ്ടം. ഡിട്രേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസ് ഓൺ എ സ്കെയിൽ സഫിഷ്യന്റ് ടു വാറന്റ് ടു extraordinary response from outside affect community or area. പറഞ്ഞതാണ് ഇപ്പൊ ഒരു ബാധിത സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ പ്രളയമൊക്കെ വന്നു, ഫ്ലഡ് ഒക്കെ വന്നില്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ബാധിത സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് പുറത്തു നിന്ന് അസാധാരണമായിട്ടുള്ള ഒരു പ്രതികരണം നൽകുന്നതിന് ആരോഗ്യ സേവനത്തിന് കുറവുകൾ അല്ലെ, അതിനൊക്കെയാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിസാസ്റ്റർ ആസ് എനി occurrence that causes മീൻസ് എന്താണ്, ദുരന്തത്തിന് കാരണമാകുന്ന ഏതൊരു സംഭവങ്ങളെ നമുക്ക് എന്ത് പറയാം, ഡിസാസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോ അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞ ഡാമേജ്, ഡിസ്ട്രപ്ഷൻസും അതുപോലെ എന്താണ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹെൽത്ത് എക്സെട്ര. ഓക്കെ, ഇത് നമ്മൾ ഡിസാസ്റ്റേഴ്സിന് രണ്ടായിട്ട് തരംതിരിക്കാം. എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ഇന്റേണൽ ഡിസാസ്റ്ററും. എക്സ്റ്റേണൽ മീൻസ് പുറമേയുള്ള ഡിസാസ്റ്ററും, ഇന്റേണൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഉള്ളിലായിട്ടുള്ള ഇന്നർ ആയിട്ടുള്ള ഡിസാസ്റ്റർ ഒക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്തൊക്കെയാണ്? ട്രെയിൻ ആക്സിഡൻസ്, ബോട്ട് ആക്സിഡൻസ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയർപ്ലെയിൻ ആക്സിഡന്റ്, ടൊർണാഡോ, സുനാമി, എർത്ത്ക്വേക്സ്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ, ലൈഫ് റയോട്സ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ വരുന്നത്, ബാഹ്യ ദുരിതങ്ങൾ അല്ലെ. ഇപ്പോ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർണമായിട്ടുള്ള വാഹന അപകടങ്ങള്, എക്സ്പ്ലോഷൻസ് അറിയാലോ, സ്ഫോടനം, ഫ്ലഡ്, വെള്ളപ്പൊക്കം, ദെൻ എയർപ്ലെയിൻ ആക്സിഡന്റ്സ്, ദെൻ സുനാമി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ, കലാപങ്ങളൊക്കെ സൃഷ്ടിക്കില്ലേ, ബോംബിടലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കില്ലേ, അതിനാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ ഉൾപ്പെടുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇന്റേണൽ ഡിസാസ്റ്റർ. എന്തൊക്കെയാണ് ഇന്റേണൽ ഡിസാസ്റ്റർ? ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്ക്, ബോംബ് ഭീഷണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ തീപിടുത്തം, മെഡിക്കൽ ഗ്യാസിന്റെ ലീക്കേജുകൾ, ഇതൊക്കെയാണ് ഇന്റേണലിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണെന്ന്. ഓക്കെ, ടെക്സ്റ്റ് നോക്കാം. മേജർ ഡിസാസ്റ്റേഴ്സ്. ഇനി നമ്മൾക്ക് കോമൺ ആയിട്ട് സംഭവിച്ചിട്ടുള്ള മേജർ ഡിസാസ്റ്റർ ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഭോപ്പാലിലുള്ള ഒരു ഗ്യാസ് ട്രാജഡിയാണ്. അവിടെ അഫക്റ്റഡ് 2 lakh പീപ്പിൾ ആണ് അതിനിരയായിട്ടുള്ളത്. ഇനി ലിവ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടത്, ജീവൻ നഷ്ടപ്പെട്ടത് ഒരു 3000 പേർക്കോളം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദെൻ സൈക്ലോൺ. സൈക്ലോൺ മീൻസ് ചുഴലിക്കാറ്റ് അല്ലെ.
ഈ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും വന്നിട്ടുള്ള സൈക്ലോൺ ആണ്. അവിടെ 2 years ഇത് വരാറുണ്ട്. 25,000 പേരാണ് അവിടെ നമുക്ക് അതിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി എർത്ത് ക്യൂബ്സ് മഹാരാഷ്ട്രയിലെ 1993 വന്ന ഒരു എർത്ത് ക്യൂബ്. സുനാമി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. 2004 ഡിസംബർ 26 സുനാമി വന്നത്. സദേൺ ഇന്ത്യയിലാണ്, കോസ്റ്റ് ലൈനിലാണ് അല്ലെ. അതിൽ ഒത്തിരി പേര് 2 ലക്ഷത്തി എല്ലാ കണക്കുകളും പ്രകാരം അതിൽ കൂടുതൽ പേരാണ് നമ്മൾ അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെ, ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. സുനാമി നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മൾ അനുഭവിച്ച ഒരു അവസ്ഥയാണ് അല്ലെ. സോ മേജർ ഡിസാസ്റ്റർ ആണ് പറഞ്ഞത്. ഭോപ്പാൽ ഗ്യാസ് ഫാക്ടറി, സൈക്ലോൺ, എർത്ത് സുനാമി. ഓക്കെ, ഡിസാസ്റ്റർ എന്താണ്? ഡിസാസ്റ്റർ പാരഡിഗം മീൻസ് ഓരോ ലെറ്ററിനും ഓരോന്നായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡി, ഡിറ്റൻഷൻ, ഇൻസിഡന്റ് കമാൻഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അസസ് ഹസാർഡ്സ് ആൻഡ് സപ്പോർട്ട്സ്, ട്രയേജ് ട്രീറ്റ്മെന്റ്, ഇവാക്യുവേഷൻ, റിക്കവറി അല്ലെ. നോക്കാം. ഡിറ്റൻഷൻ മീൻസ് എന്താ? കണ്ടെത്തല്. ഇൻസിഡന്റ് കമാൻഡ് അതിനുള്ള സംവാദകം, ഇൻസിഡന്റ് കമാൻഡ് ചെയ്യുക, സുരക്ഷ, ഹസാർഡ്സ് അല്ലെ, അപകടം വിലയിരുത്തലുകൾ, അതിന്റെ സപ്പോർട്ട്, പിന്തുണ, ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സകള്, ഇവാക്യുവേഷൻ മീൻസ് ഒഴിവാക്കുക, ഒഴിപ്പിക്കലും മറ്റു സാഹചര്യങ്ങളും, റിക്കവറി ചെയ്യുക മീൻസ് വീണ്ടെടുക്കുക അല്ലെ, പുനരുദ്ധരിപ്പിക്കുക. ഇതാണ് ഒരു ഡിസാസ്റ്റർ പാരഡിഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഡിറ്റേഷൻ, ഇൻസിഡന്റ്, സേഫ് ആൻഡ് സെക്യൂരിറ്റി, അസസ് ഹസാർഡ്സ്, ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇവാക്യുവേഷൻ, റിക്കവറി. ഓക്കെ, ടെക്സ്റ്റിലോട്ട് പോകാലോ, റിപ്പീറ്റേഷൻ വേണ്ടാലോ, എളുപ്പമാണ് കേട്ടോ. വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാത്തത് അല്ലെ. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഇനി ഒരു ഹോസ്പിറ്റലുകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഫ്ലഡോ മറ്റും കഴിയുമ്പോൾ അതിനുള്ള അടിയന്തര സാഹചര്യം എടുക്കാനായിട്ട് ഒരു സംഘടന പോലെ രൂപീകരിക്കുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇനി ഹോസ്പിറ്റലുകളിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവശ്യകത ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് നീഡ് ഫോർ ഡിസാസ്റ്റർ, അതിന്റെ ആവശ്യകത എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. Hospitals play a crucial role in healthcare infrastructure. Hospitals responsible for saving life, they also provided 24/7 emergency care service and hence the public receive it as the main resource for diagnosis, treatment and follow-up for both physical and സൈക്കോളജിക്കൽ കെയർ അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ക്രൂഷ്യൽ റോൾ ആണ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആണ് ഒരു ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് അവർ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത്? നമ്മളുടെ ജീവനെ രക്ഷിക്കുക അല്ലെ. സേവ് ലൈഫ് ആൻഡ് 24 hours എമർജൻസി കെയർ സർവീസസ് ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. ദെൻ ഡയഗ്നോസ്റ്റുകളും ടെസ്റ്റുകളും ചികിത്സകളും ഫോളോ അപ്പുകളും ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള കെയറുകൾ നൽകുക. ഇതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. Hospitals extended emergency care and hence when a disaster hits, the society falls back up on the hospital to provide instant, secure, informed emergency medical care. Whenever a hospital or a healthcare facility is met by a situation where it has to provide care to a large number of patients in a limited time, which is beyond its normal capacity, constitute a disaster for such hospital. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു നോർമൽ പേഷ്യന്റിനെ അപേക്ഷിച്ച് അതിൽ എണ്ണം കൂടും അല്ലെ. ഇപ്പൊ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോ ഈ ഒരു
മീൻസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കില്ല ദുരിതങ്ങൾ വരുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിലേക്ക് ഇത്രയും പേഷ്യൻസിന്റെ ഒഴുക്ക് കൂടും അല്ലെ. അപ്പൊ നോർമൽ അവര് ഒരു പേഷ്യൻസിനെ ഉദ്ദേശിക്കുന്ന അത്രയും പേഷ്യൻസ് ആയിരിക്കില്ല, അതിൽ കൂടുതൽ എന്തായിരിക്കും എമർജൻസി കെയറിലൊക്കെ ഒത്തിരി പേഷ്യൻസുകൾ വന്നേക്കാം അല്ലെ, വരും അല്ലെ, കൂടുതൽ നമുക്ക് ഷുവർ ആയിട്ടും വരും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പരിമിതിയായിട്ടുള്ള ആ സമയത്തിനുള്ളിൽ തന്നെ ഒത്തിരി പേഷ്യൻസ് വന്നേക്കാം, വലിയൊരു വിഭാഗം പരിചരണം നൽകേണ്ടതായിട്ട് വരും. Whenever a hospital or a healthcare facility is met by a situation where it has to provide care to large number of patients in limited time, അപ്പൊ ഒരു കുറഞ്ഞൊരു സമയപരിധിക്കുള്ളിൽ ഒത്തിരി പേര് ചികിത്സയ്ക്കായിട്ട് വരും അവിടെ അല്ലെ. ഇതുപോലെയുള്ള ദുരന്തങ്ങളോ ഫ്ലഡോ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പരമാവധി പ്രതീക്ഷിക്കുന്ന ഒരു പേഷ്യൻസിന് പുറമെ ഒത്തിരി പേഷ്യൻസ് ആ ടൈമിൽ എത്തുമല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? which is beyond normal capacity constitute a disaster of the hospital. A disaster for a hospital is a temporary lack of resources which is caused owing sudden influx of അൺഎക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ്. അപ്പോ ഇതുപോലെ കുറെ പേഷ്യൻസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരികയാണ്. ദുരന്തം വരുന്നത് നമുക്ക് മുന്നറിയിപ്പൊന്നും തരില്ലല്ലോ. അപ്പൊ ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം പേഷ്യൻസ് കൂടുതലായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. പക്ഷെ ചിലപ്പോൾ അതിനുള്ള മെഡിസിൻസ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഇത്രയും പേഷ്യൻസ് ഒരുമിച്ച് വരുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനും അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലാക്ക് ഓഫ് റിസോഴ്സ് അല്ലെ, അവിടെ ലാക്ക് ഓഫ് റിസോഴ്സ് വരും, റിസോഴ്സസിന്റെ അഭാവം സംഭവിക്കും. Hospital disaster management gives the opportunity to plan, prepare, and when a need enable rational response in the event of disaster. Mass casualty incident, the MCI important ആണ്. Disaster and mass casualties can lead to great confusion and inefficiency in the hospitals. അപ്പോ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി പേഷ്യൻസ് വരുമ്പോ അതിനായിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളൊന്നും സജ്ജമാക്കിയിട്ടുണ്ടാവില്ല അല്ലെ. നമുക്ക് അറിയില്ലല്ലോ മുൻകൂട്ടി വരുന്നത് പ്രതീക്ഷിച്ചില്ല നമ്മള് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ് കാര്യങ്ങളുടെ അഭാവം വരാം അല്ലെ, ലഭ്യത കുറവുകളൊക്കെ വന്നേക്കാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആസൂത്രണം ചെയ്യണം. അതായത് ഇതിനെ നമ്മൾ മുൻകൂട്ടി തന്നെ നേരത്തെ കാണാം ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ വരും. സോ നമുക്ക് ഇത്രയും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടു വെക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കണം. അപ്പൊ ദുരന്തങ്ങൾ വൻതോതിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് യുക്തിസഹതമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ മുൻകൂട്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. They can over when the hospital resource, staff, space and or supplies. അപ്പോ സ്റ്റാഫും കാര്യങ്ങളൊക്കെ സജ്ജമാക്കി വെക്കണം നേരത്തെ തന്നെ. Lack of any tangible plan to fall back upon in times disaster leads to situation where there are many sources of command, many leaders, and no united effort to solve the problem. Therefore, it is necessary that all hospital emergency plans have the primary features of defining the command structure in their hospital and to extrapolate it to disaster scenarios with well-defined job definition. Once the disaster button is pushed, അതായത് ഒരു ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവശ്യമാണത്. എന്തുകൊണ്ടെന്നാൽ അതിനുവേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മീൻസ് നമുക്കറിയില്ലല്ലോ ഡിസാസ്റ്റർ എപ്പോഴാണ് വരുന്നത്, അതിന് സൂചനയോ മുന്നറിയിപ്പൊന്നും തരില്ല. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നോർമൽ ഒരു പേഷ്യൻസിനേക്കാളും കൂടുതൽ ഒത്തിരി പേഷ്യൻസുകൾ ഹോസ്പിറ്റലിൽ വരുമല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യാ, ഈ ഒരു മാനേജ്മെന്റ് ഡിസാസ്റ്റർ പ്ലാനിങ്ങോട് കൂടി തന്നെ മുൻകൂട്ടി അവർ ചെയ്യുക. മെഡിസിൻസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. നമ്മൾ ക്യാമ്പുകളൊക്കെ ഇപ്പൊ വരാറില്ലേ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ, അപ്പൊ അതുപോലെ മുൻകൂട്ടി ഹോസ്പിറ്റലുകളിൽ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫേസ് ഓഫ് ഡിസാസ്റ്റർ. ഇനി എന്തൊക്കെയാണ് ഒരു ഡിസാസ്റ്ററിന്റെ ഫേസുകളെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 ഫേസസ് ആണ് ഉള്ളത്. പ്രീ ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ, ദെൻ പോസ്റ്റ്. കോമൺ ആയിട്ട് പറയുന്ന പോലെ പ്രീ ഡിസാസ്റ്റർ ഉണ്ട്,
ദെൻ എന്താണ് ഡിസാസ്റ്റർ, ദെൻ കഴിഞ്ഞിട്ടുള്ളത് ശേഷമുള്ളത് പോസ്റ്റ് കേട്ടോ. പ്രീ എന്ന് പറഞ്ഞാൽ മുൻപുള്ളത്. നോക്കാം പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്താ പറയുന്നത് നോക്കാം. Evaluate risk and training people before a disaster hits. പ്രീതിൽ പറയുന്നത് എന്താണ്? ഇവാലുവേറ്റ് റിസ്കും എങ്ങനെയൊക്കെയാണ് റിസ്കുകൾ വരുന്നത്, അല്ലെങ്കിൽ പീപ്പിളിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ദുരന്തം വരുമ്പോൾ അതിനെ നേരിടേണ്ടത് എന്നുള്ളൊരു ട്രെയിനിങ്ങും കാര്യങ്ങളും അതിന്റെ റിസ്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ പീരീഡ് വെൻ ഡിസാസ്റ്റർ ഇസ് ഡെവലപ്പിംഗ്. ആ ഡെവലപ്പിംഗ് മീൻസ് ഡിസാസ്റ്റർ സംഭവിക്കുന്ന വികസിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഡിസാസ്റ്റർ ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പ്ലാനിങ്. പ്ലാനിങ്ങിൽ വരുന്നത് most of the evaluation and planning is performed in the pre-disaster phase. The hospital plans are prepared. ഈ പ്ലാനിങ്ങിന്റെ സമയത്താണ് എല്ലാ പ്ലാനിങ്ങുകളും നമ്മൾ ചെയ്യുന്നത്. അതായത് മൂല്യനിർണ്ണയവും ആസൂത്രണവും ഒക്കെ ചെയ്യുന്നത് അല്ലെ, മുമ്പുള്ള ഘട്ടത്തിലാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പ്ലാൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. സോ നമ്മളൊരു ദുരന്തം വരുന്നതിന് മുൻപ് ഓൾറെഡി മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിക്കണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാൻസുകൾ മെഡിസിൻസ് ഒക്കെ സജ്ജമാക്കണോ, ഒക്കെ എന്ത് ചെയ്യാം, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ പ്രീ നോക്കാം. പ്രീ ഡിസാസ്റ്ററിൽ തന്നെ പറയുന്നതാണ് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടൺ ഡിസാസ്റ്റർ മാനുവൽ. ഒരു റിട്ടൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കാം. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ ഹാസ് ടു ബി written down in a document form and copies of the same have to be available in all areas of the hospital. അപ്പോൾ ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഒരു ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കുകയും അത് എല്ലാ ഹോസ്പിറ്റലിലെ ഏരിയയിലും അത് വിതരണം അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യുക. അതിന്റെ കോപ്പീസ്. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. എന്താണ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ? സ്റ്റാഫിന് ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണമല്ലോ. നോക്കാം. It is very necessary for the staff to know about and get trained in using the hospital disaster emergency manual. അപ്പോ ഈ മാനുവൽ ഉപയോഗിച്ച് സ്റ്റാഫിന് ട്രെയിനിങ്ങുകൾ നൽകണം അല്ലെ. അതുപോലെ തന്നെ നോക്കാം. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആഫ്റ്റർ ഡ്രിൽസ് ഷുഡ് ബി പെർഫോംഡ് ഓൺ ഇൻ ദിസ് ഫേസ്. ആ ഫേസിലാണ് നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഡ്രില്ലുകൾ മോക്ക് ഡ്രില്ലൊക്കെ കൊടുക്കില്ലേ സ്കൂളിലൊക്കെ. ഇപ്പൊ തീപിടുത്തമുണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ മോക്ക് ഡ്രില്ലൊക്കെ അടിച്ചിട്ട് നമ്മള് കുഞ്ഞി ക്ലാസ്സിൽ സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെയുള്ള മോക്ക് ഡ്രിൽസുകളൊക്കെ അറേഞ്ച് ചെയ്യണം ഈ ഫേസിലാണ്. Once the disaster plan gets ready, the next stage would be the education and the training of the staff of the hospital about the plan and the specific roles of each staff members in the event of disaster. അപ്പൊ ഇതൊരു പ്ലാൻ കിട്ടും. അടുത്ത സ്റ്റേജ് എന്തായിരിക്കണം, ഈ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കാൻ ട്രെയിനിങ്ങും മറ്റും നൽകണം. All of them required to be ready for necessary managerial and technical skills for the effective and systematic management of the disaster. A hypothetical disaster drill എന്തിനാണ് ഈ ഡ്രില്ലുകൾ ഉപയോഗിക്കുന്നത് പറയാൻ പോകുന്നത്. മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്. A hypothetical disaster drill is used to perfect a hospital's response to a particular emergency situation. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എമർജൻസി അടിയന്തര തയ്യാറെടുപ്പിന്റെ പ്ലാൻ വിലയിരുത്താനും അല്ലെങ്കിൽ ഇത് നടപടിക്രമം സൂചിപ്പിക്കാനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോക്ക് ഡ്രില്ലുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷന് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഒരു മോക്ക് ഡ്രില്ലിലൂടെ നമുക്ക് ഒരു എന്താ പറയാ ഒരു മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കുന്നത്. എന്തിനാണ്, അതിന്റെ ഒരു ട്രയൽ പോലെ നമ്മൾ ചെയ്യണതാണ്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ട്രയലാണ് കേട്ടോ. An effective disaster drills has to realistic, interactive, and moderately stressful for the participants. The objective of mock drill. എന്താണ് mock drill objective നോക്കാം. The objective of mock drill is to assess the emergency preparedness plans of the organization and scrutinize
standard operating procedure so that the concerned person would perform their duties in an effective manner while keeping in cognizance of the life and the property. അതായത് ഓർഗനൈസേഷന്റെ സംഘടനയുടെ അടിയന്തര തയ്യാറെടുപ്പുകളുടെ പ്ലാനുകൾ വിലയിരുത്തുവാനും അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുകയാണ് മോക്ക് ഡ്രില്ലിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മള് മോക്ക് ഡ്രില്ലൊക്കെ കൊടുക്കില്ല. ഇപ്പൊ ഒരു തീപിടുത്തുണ്ടായി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് മോക്ക് ഡ്രില്ലിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വായിക്കാം, പെട്ടെന്ന് ഓടിച്ച് വായിക്കണേ. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വലിയ ചാപ്റ്റർ ആണ്, കുഴപ്പമില്ല. പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട ഈ ഒരു ചാപ്റ്ററിന് കേട്ടോ. പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. കാരണം വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണല്ലോ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ നിങ്ങള്. ഇത്രയും ഒന്ന് വായിച്ച് സോറി ഇത് WHO അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെന്ന് അറിയാലോ. ദെൻ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണ്, ഇന്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എക്സാമ്പിൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാമല്ലോ. എക്സ്റ്റേണലും ഇന്റേണൽ ഡിസാസ്റ്റർ നോക്കി വെക്കണേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ട് പഠിച്ചു പോണേ. മേജർ ഡിസാസ്റ്റർ ഒക്കെ ഒന്ന് നോക്കി പോവാ കേട്ടോ. ദെൻ ഡിസാസ്റ്ററിന്റെ പാരാഡിഗം ഒന്ന് വായിക്കണേ. Detention, incident, safety, assess hazards, triage, treatment, evacuation, recovery. MCI ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് കേട്ടോ. ദെൻ കണ്ടിന്യൂ ചെയ്യണേ കേട്ടോ. ലാസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്, നമുക്കത് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് വരണ്ടേ കിട്ടണ്ടേ. സോ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഭാഗമാണല്ലോ. ആണോ? ഇത് തോന്നി നിങ്ങൾക്ക്? നിങ്ങൾ ആരും റെസ്പോൺസും ഇല്ലല്ലോ. നിങ്ങളത് കമന്റ് ചെയ്യേ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ. ഓക്കെ, ജാസ്മിൻ, ഷാരോൺ, വലിയ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇത്രയും പഠിച്ചിരുന്നതൊക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നിയോ? എളുപ്പമില്ലേ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ടീച്ചർ കുറച്ചും കൂടി അധികം എക്സ്പ്ലനേഷൻ ചെയ്യാണ്ട് പെട്ടെന്ന് പോകുന്നത് കേട്ടാ. കാരണം നമ്മൾക്ക് കോമൺ ആയിട്ട് അറിയാം, ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണല്ലോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ.
ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാഫ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണം. മോക്ക് ഡ്രില്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ സാഹചര്യമൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മീൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ പറയുന്നത്. ഇനി ട്രെയിനിങ് ഫോർ പ്രിഫറൻസ് ഷുഡ് ഇൻക്ലൂഡ്, ഇനി എന്തൊക്കെ തരത്തിലാണ് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും മറ്റും നൽകേണ്ടതെന്നാണ് പറയുന്നത്. നോക്കാം. ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രിസ്, അതായത് ഇങ്ങനെ അവശിഷ്ടങ്ങളൊക്കെ വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പേഴ്സണൽ വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുഡന്റ്, ഇപ്പോ പരിക്കേറ്റവരെ രക്ഷിക്കുക. ട്രയേജ് ഓഫ് ദ വുഡന്റ്, ട്രയേജ് മുറിവേറ്റവർക്കുള്ള ചികിത്സകള്. റെസ്ക്യൂഷൻസ് ആൻഡ് ഫസ്റ്റ് എയ്ഡ്, റെസ്ക്യൂഷൻസ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷകൾ അല്ലെ, ഫസ്റ്റ് എയ്ഡുകൾ നൽകുക. പ്രീപോസ്റ്റിംഗ് ഓഫ് റിലീഫ് സപ്ലൈസ്, എക്യുപ്മെന്റ്സും ഡ്രഗ്സും മെഡിസിൻസും ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ദുരന്ത നിവാരണത്തിനൊക്കെ മെഡിസിൻസും അല്ലെങ്കിൽ അങ്ങനെ ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ തരാറില്ലേ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈ കൊടുക്കുക. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഡിഫറെന്റ് റിലീഫ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഡിസാസ്റ്റർ പ്ലാനിങ്ങില് ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി, ആരൊക്കെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വരുന്ന അംഗങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇതിനകത്ത് പങ്കുചേരും അല്ലെ, അവരൊക്കെ മെമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഹോസ്പിറ്റലിൽ. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഭരണപരമായിട്ട് വരുന്ന എല്ലാവരും തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്തായാലും തീർച്ചയായിട്ടും അവർ ഇൻക്ലൂഡഡ് ആയിരിക്കും. മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഫ്രം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ബോർഡിലെ മെമ്പേഴ്സ്. ഇനി അതുപോലെ തന്നെ ചീഫ് ഹെഡ്സ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡുകൾ. ഇപ്പൊ ഫാർമസിയിൽ ഒരു ഹെഡ് ഉണ്ടാവും, എക്സ്റേയിൽ ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെയുള്ള ഹെഡുകൾ, ഓരോ ചീഫ് ഹെഡ്സുകൾ. Then chief head various ancillary department, അതുപോലെ തന്നെ അനുബന്ധ ഡിപ്പാർട്ട്മെന്റില ചെറിയ ഇപ്പൊ വാർഡില ഹെഡ് ഇതുണ്ടാവും. അങ്ങനെയുള്ള ചെറിയ ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് ഓഫീസർമാര്. ചീഫ് നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെ, മാസ്റ്റർ മീൻസ് നഴ്സിംഗിന്റെ സൂപ്രണ്ടും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകള്. സ്റ്റോർ ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോറിലെയും സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലെയും. ഇനി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസർ, ചീഫ് സെക്രട്ടറി, ഹോസ്പിറ്റൽ സെക്രട്ടറി. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, ദെൻ ഹോസ്പിറ്റൽ കിച്ചൺ, ഡയറക്ടറി സർവീസ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പ്രസന്റ്. ഹോസ്പിറ്റൽ യൂണിയൻസ്, അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടല്ലേ. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്ന ഒത്തിരി ആ ഒരു മീൻസ് എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ആണെന്ന്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്ന മെമ്പേഴ്സ് ആണെന്നാണ് പറയുന്നത്. മെമ്പേഴ്സ് ജസ്റ്റ് നിങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ല, ഒന്ന് വായിച്ചു വിടാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Initiation of Central Command Structure, Incident Command System, ICS കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ICS ഇമ്പോർട്ടന്റ് ആണ്. കുറെ നേരത്തെ ഒരു MIS പറഞ്ഞായിരുന്നു, ഫുൾ ഫോമുകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം കേട്ടോ. ICS ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്താണ് ICS എന്ന് നമുക്ക് പഠിക്കാം. നോക്കാം. ICS is a standardized approach to the command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. അതായത് അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ച് ആണ് അല്ലെ. അതിനകത്ത് കമാൻഡുകളും കൺട്രോളുകളും
ഒരു എമർജൻസി ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഏകോപിച്ച് പ്രവർത്തിക്കാനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് എന്നതിനൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഒരു ഏകോപനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. മൾട്ടിപ്പിൾ ഏജൻസി ക്യാൻ ബി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ICS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി HICS ഹയർ എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ HICS ഇസ് ആൻ ഹോസ്പിറ്റൽ ICS മീൻസ് നമ്മളിവിടെ ഹോസ്പിറ്റലിലാണ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം is an incident management system based on principle of incident command system. ഇൻസിഡന്റ് ICS ന്റെ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതാണ് HICS എന്ന് ഉദ്ദേശിക്കുന്നത്. Which assist hospitals and healthcare organization is improving their emergency management planning, response and recovery capabilities for unplanned and planned events. അല്ലെ, അതായത് നമുക്കറിയാം ആസൂത്രണം ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള പ്ലാനഡ് ആയിട്ടുള്ളതും പ്ലാനഡ് അല്ലാത്തതുമായിട്ടുള്ള ഇവന്റുകൾക്കായിട്ട് എമർജൻസി മാനേജ്മെന്റ് ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ വീണ്ടെടുക്കൽ എന്നിവ മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ICS സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. HICS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ICS സിസ്റ്റമാണ് HICS ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യം കൊടുക്കണം. ICS ഫുൾ ഫോം പഠിക്കുക. HICS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്നാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് നോക്കാം ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇൻസിഡന്റിൽ വരുന്ന ഈ ICS വരുന്ന സ്റ്റാഫുകളും അവരുടെ ഫങ്ഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വലിയ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. അതിൽ നിന്നൊന്നും നോക്കാം. ഇൻസിഡന്റ് കമാൻഡർ ഫസ്റ്റ് വരുന്നത് ഇൻസിഡന്റ് കമാൻഡർ. ഇനി ആളെന്താ ചെയ്യണേ നോക്കാം. manage all aspect of the hospital participation in operating disaster operation. അപ്പോ ഒരു ഹോസ്പിറ്റലില് മാനേജ് എല്ലാ ആസ്പെക്റ്റിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡിസാസ്റ്ററിനെ സംബന്ധിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും. അടുത്ത ആള് പബ്ലിക് റിലേഷൻ ഓഫീസർ, PRO. നമ്മൾ പഠിച്ചില്ലേ PRO എന്താണ് ചെയ്യുന്നത്? സർക്കുലേഷൻ ഓഫ് ഓൾ ഇൻഫോർമേഷൻ, മെഡിക്കൽ ഓർ അതർവൈസ്, ബാക്കിയുള്ള എല്ലാ ഇൻഫോർമേഷൻസിനെയും സർക്കുലേറ്റ് ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും. ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അവരെന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. Operating and alerting all the security staff within the hospital and deploying, അതായത് ഹോസ്പിറ്റൽ സെക്യൂരിറ്റി സ്റ്റാഫിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതും അലേർട്ട് ചെയ്യുന്നതൊക്കെ. ലൈസൺ ഓഫീസർ, ആരാണ് ലൈസൺ ഓഫീസർ എന്ന് നോക്കാം കേട്ടോ. കൊളാബറേറ്റ് വിത്ത് അതർ ഏജൻസീസ് ടു വിക്ടിം ഓഫ് MCI നേരത്തെ നമ്മൾ പറഞ്ഞിട്ടോ. ദെൻ അപ്പോ ഈ MCI-യുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ പ്രൊവൈഡിങ് റെസ്ക്യൂ ആൻഡ് റിലീഫ്, റിലീഫ് ഒക്കെ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ ലൈസൺ ഓഫീസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാനിംഗ് ചീഫ്, റെസ്പോൺസിബിൾ ഫോർ മാൻ പവർ പ്ലാനിംഗ്. ഈ മാൻ പവർ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നതിന് ഉത്തരവാദിത്വം പ്ലാനിംഗ് ചീഫിനാണ്. ഓപ്പറേഷൻ ചീഫ് എന്തായിരിക്കും? ആക്ടിവിറ്റികളൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കും അല്ലെ. കംപ്ലീറ്റ് ഇൻ ചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ, എല്ലാ പേഷ്യന്റ് കെയറിന്റെ ആക്ടിവിറ്റികളും ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഓപ്പറേഷൻ ചീഫ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് ചീഫ് എന്ന് പറഞ്ഞാൽ സർവീസസ് ഓഫ് ദ ഹോസ്പിറ്റൽ, എല്ലാ സപ്പോർട്ട് സർവീസസുകളും ഹോസ്പിറ്റലിലെ സർവീസസുകൾ ചെയ്യുന്നതാണ് ലോജിസ്റ്റിക് ചീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഒരേ പോയിന്റ് ആയിട്ടല്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഫിനാൻസ് ഓഫീസർ ചെയ്യുന്നത് എന്തായിരിക്കും? അക്കൗണ്ട്സും ഫിനാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. നോക്കാം. Is accountable for allocation of emergency funds and clear the way for emergency purchase. നമ്മളുടെ എമർജൻസി ഫണ്ട്സുകളും ചിലപ്പോൾ സ്പോൺസർ ഒക്കെ ചെയ്യില്ലേ, ഫണ്ട്സ് കാര്യങ്ങളൊക്കെ ചില വ്യക്തികളൊക്കെ സ്പോൺസർ ഒക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളും ഹോസ്പിറ്റലിലേക്ക് ഫണ്ടും കാര്യങ്ങളും സ്പോൺസർ ഒക്കെ ചെയ്യും. അപ്പോ അങ്ങനെയുള്ള ഫണ്ട്സുകൾ അതൊക്കെ ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് ഫിനാൻസ് ഓഫീസർ ആണ്. അതുപോലെ തന്നെ ഇപ്പോ എമർജൻസി സിറ്റുവേഷനിൽ വേണ്ടുന്ന സാധനങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യുക,
വേണ്ടുന്ന സാധനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ മെഡിസിൻസും ഇഞ്ചക്ഷൻസും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഫിനാൻഷ്യൽ ഓഫീസറാണ്. കാരണം ക്യാഷിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഓഫീസർ ആണല്ലോ. സോ അയാളായിരിക്കണം പർച്ചേസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ വ്യക്തികളും അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ, വായിക്കുമ്പോൾ കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്. ഇങ്ങനെയൊക്കെയാണ് ജോബ് കാർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് നോക്കുന്നത്. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ചാർട്ട് അല്ലെ. അപ്പൊ ഈച്ച് ആൻഡ് ICS നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും എവറി പൊസിഷന്റെ ചാർട്ടുകൾ തയ്യാറാക്കുന്നു. കോംപ്രഹെൻസീവ് സ്റ്റോർഡ് സേഫ്ലി ഇൻ ഡിസാസ്റ്റർ മാനുവൽ, കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. ഈ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മീൻസ് ഡിസാസ്റ്റർ മാനുവൽ നമ്മൾ തയ്യാറാക്കില്ലേ, അടിയന്തര സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഓരോ കാര്യങ്ങളും നമ്മൾ മാനുവലില് ഡോക്യുമെന്റ് പോലെ എഴുതി തയ്യാറാക്കുന്നത് പറഞ്ഞു. അപ്പൊ അതിൽ കളർ ചെയ്യുകയും കോഡഡ് കൊടുക്കുകയും ലാമിനേറ്റഡ് ചെയ്യുകയൊക്കെ ചെയ്യാതെ ഒരു ചെറിയൊരു ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെക്കുക. In all areas related within the emergency management plan. അപ്പൊ എല്ലാ ഏരിയസും റിലേറ്റഡ് എമർജൻസി മാനേജ്മെന്റ് പ്ലാനുമായിട്ടുള്ള എല്ലാ ഏരിയസുകളും ഉൾപ്പെടുത്തുക. ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ കീ ഇൻഡിവിജ്വൽസ്, ചെക്ക് ലിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഓരോ ഇൻഡിവിജ്വൽസിനും തയ്യാറാക്കുക. ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽസ്, ഇൻഫോർമേഷൻ ഓരോ ഇൻഡിവിജ്വലിനും ഇൻഫോർമേഷൻസ് കൊടുക്കുക. കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്, സ്റ്റാഫുകൾക്ക് ഡിഫറെന്റ് കളർ കോഡുകൾ കൊടുക്കുക അല്ലെ. ഇപ്പോൾ നമ്മൾക്ക് യൂണിഫോമുകൾ തന്നെ എല്ലാ സ്റ്റാഫിനും ഒരേപോലെ യൂണിഫോം ആയിരിക്കില്ലല്ലോ അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില സ്റ്റാഫിന് വ്യത്യാസം ഉണ്ടാവില്ലേ യൂണിഫോം. എല്ലാവർക്കും ഒരു സെക്യൂരിറ്റിയുടെ യൂണിഫോം ആയിരിക്കും, നേഴ്സിന് അല്ലെങ്കിൽ OP-യിൽ നിൽക്കുന്ന നേഴ്സസിന് വേറൊരു യൂണിഫോം ആയിരിക്കും, അതുപോലെ തന്നെ നേഴ്സസിന് വേറെ യൂണിഫോം ആയിരിക്കും അല്ലേ. ആണോ? എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കോ കാണുന്നത്? ആണോ? ഷാരോൺ, ജാസ്മിൻ, ആരില്ലേ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. വ്യത്യാസം ഉണ്ടാവില്ലേ യൂണിഫോമുകള്? ഓക്കെ അല്ലെ, നമ്മൾക്കറിയാം. ഇനി വ്യത്യാസം കണ്ടില്ല എന്നെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോ എല്ലാവരുടെയും യൂണിഫോം ഒന്ന് നോക്കാട്ടോ. ഓരോ സെക്ഷനിലും ഇരിക്കുന്നവരുടെ യൂണിഫോം സെയിം ആണോ, അല്ലെങ്കിൽ ചിലപ്പോ OP-യിൽ ഇരിക്കുന്നവരുടെ യൂണിഫോം ആയിരിക്കില്ല. എങ്ങനെ വന്നാലും അതിന് വേറെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കുള്ളത്. ചിലപ്പോ എക്സ്റേയിലത്തെ വേറെ യൂണിഫോം ആയിരിക്കും, അല്ലാതെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവില് കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും. അവർക്ക് ഇപ്പോ എൻവൻസിലൊക്കെ എനിക്ക് തോന്നുന്നു രജിസ്ട്രേഷനിലൊന്നും യൂണിഫോം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള കളർ കോഡുകളും ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫിന് വ്യത്യസ്തമായിട്ടുള്ള കളർ കോഡുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആണ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സിൽ വരുന്നത്. എളുപ്പം വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നോക്കാം, പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. ഓരോ ഏരിയ ഹോസ്പിറ്റലിൽ ഓരോ ഏരിയയിലും എങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ഏരിയകൾ ഹോസ്പിറ്റലിനുള്ളിൽ ഡിഫറെന്റ് ഏരിയയിൽ എങ്ങനെയൊക്കെയാണ് പ്ലാനുകളൊക്കെ ആക്ടിവേഷൻ ആക്കുന്നതെന്നാണ് പറയുന്നത്. പോയിന്റുകളാണ് കേട്ടോ. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഡീറ്റെയിൽ ആയിട്ട് കുറെ ഒന്നും പഠിക്കാനില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ കമാൻഡ് സെന്റർ. കമാൻഡ് പറയുന്ന ഒരു സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസുകൾ, ടാഗിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച് എക്സെട്ര. സെക്യൂരിറ്റി ഓഫീസുകൾ, പോലീസ് പിക്കറ്റ്, അങ്ങനെയുള്ള സെക്യൂരിറ്റി ഓഫീസുകൾ, റിസപ്ഷൻ, ട്രയേജ് ഏരിയ, അതുപോലെ ഡോക്യുമെന്റേഷൻ ഏരിയ, ഇഫ് നീഡഡ് ആവശ്യമെങ്കിൽ, മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്, അക്യൂട്ട് കെയർ ഏരിയാസ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കേട്ടോ അക്യൂട്ട് കെയർ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് അറിയില്ലെങ്കിൽ നോക്കാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ് അക്യൂട്ട് കെയർ ഏരിയ എന്ന് വിളിക്കുന്നത്. ഡിഫൻറ്റീവ് കെയർ ഏരിയ, OT-യിലെ OT, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെയുള്ള OTs, വാർഡുകളൊക്കെ അതിനെയാണ് ഡിഫൻറ്റീവ് കെയർ ഏരിയ എന്ന് ഉൾപ്പെടുന്നത് കേട്ടോ. വാർഡുകളും OT, ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഓക്കെ OT എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഡിഫൻറ്റീവ് കെയർ ഏരിയാസ് ഉദ്ദേശിക്കുന്നത്. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയ, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് അറിയാലോ. ദെൻ ആക്ടിവേഷൻ ഹൈ
ഡിപ്പെൻഡൻസി യൂണിറ്റ്സ്, മോർച്ചറി, ഓരോ ഏരിയകളാണ് ഈ പറയുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ ഡിഫറെന്റ്. ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് നോൺ ഇൻജേർഡ്, ഏരിയ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിങ്സ്. പിന്നെ എന്താ പറയുന്നത്, ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യന്റ് ഇൻ കേസ് എ പാർട്ട് ഓഫ് എ ഹോസ്പിറ്റൽ ഇവാക്യുവേറ്റഡ്. ഇനി നോക്കാം നെക്സ്റ്റ്. ഈ ഒരു ജസ്റ്റ് ഇതും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിട്ട് കുറെ ഒത്തിരി ആയി, പക്ഷെ എളുപ്പമായത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തു പോകുന്നത്. വലിയ ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ. ഇതാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. ഇതും കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ബോറായിട്ട് ഉണ്ടാകും. നോക്കാം. ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. ഇലക്ടീവ് കേസസിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്, സ്റ്റേബിൾ ആയിട്ട് റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യാം. സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. വലിയ എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ച് വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയ ഇൻ ടു മേക്ക് ഷിഫ്റ്റ് വാർഡ്. അല്ലെ, റൂമിൽ നിന്നും നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്ലാനിംഗ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് ലൈസൻസ്. Then planning for security of hospital in emergency situation. നമ്മളൊരു ഡിസ്ചാർജിന്റെ ആ കേസസ്, എമർജൻസി കേസസുകൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കുന്നുള്ളൂ. ഇത്തിരി കൂടിപ്പോയി അല്ലെ, കുറച്ച് കൂടുതലായിട്ട് എടുത്തതാണ് നമ്മുടെ ചാപ്റ്റർ. ഒത്തിരി വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്ത് എടുത്തത് കേട്ടോ. നമ്മൾക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണല്ലോ. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാതിരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങളപ്പോ എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് വായിക്കണം. അപ്പൊ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ്. നമുക്ക് മെഡിക്കൽ ടേമുകളും കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല. നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന ഡിസാസ്റ്ററും മറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. WHO നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എനി ഒക്യുറൻസ് അതായത് എന്തെങ്കിലും ഒരു ഒക്യുറൻസ് വരുന്നതിനെയാണ് ഡാമേജ് ഡിസ്ട്രപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതുപോലെ ഇന്റേണൽ ഡിസാസ്റ്റർ ചിലപ്പോൾ തന്നിട്ട് അതിൽ നിന്നും എക്സ്റ്റേണൽ ഡിസാസ്റ്ററിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസാസ്റ്റർ ഏതെന്ന് കണ്ടെത്താനോ ഒക്കെ ചോദിക്കാം. സോ എന്ത് ചെയ്യാം, അത് രണ്ടൊന്ന് മനസ്സിലാക്കി വെക്കാം, അതൊന്ന് പഠിച്ചു വെക്കണം. മേജർ ഡിസാസ്റ്റേഴ്സ് നമ്മൾ നോക്കി അല്ലെ, ഭോപ്പാൽ ഗ്യാസ്, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഡിസാസ്റ്റർ പാരഡിഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡി എന്നിട്ട് ഡിനോട്ട് ചെയ്യുന്നു ഡിറ്റൻഷൻ, ഇൻസിഡന്റ്, സേഫ്റ്റി, അസസ് ഹസാർഡ്സ്, ട്രയേജ്, ട്രീറ്റ്മെന്റ്, ഇവാക്യുവേഷൻ, റിക്കവറി. ഓക്കെ, ഇനി നമ്മൾ നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അത് നിങ്ങളൊന്ന് മൊത്തത്തിലൊന്ന് ടോട്ടൽ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാട്ടെ. വായിക്കുമ്പോൾ കിട്ടും, വലിയ ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണ്ടി വരുന്നത് എന്നൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് MCI നോക്കാം കേട്ടോ. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക MCI. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് MCI കേട്ടോ. നമ്മൾ ഫേസസ് ആണ് പറഞ്ഞത്, ഡിസാസ്റ്ററിന്റെ ഫേസസ്. പ്രീ ഡിസാസ്റ്റർ ഉണ്ട്, ഡിസാസ്റ്റർ ഉണ്ട്, പോസ്റ്റ് ഡിസാസ്റ്റർ. അപ്പൊ പ്രീയിൽ നമ്മൾ വരുന്നത്, പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറഞ്ഞു, പിന്നെ ഒരു പ്രിപ്പറേഷൻ, ഒരു മാനുവൽ തയ്യാറാക്കാം, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ഇനി നമ്മളൊരു മോക്ക് ഡ്രില്ലിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ഡാർക്ക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എ ഹൈപ്പോതെറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ ഈസ് യൂസ്ഡ് എന്തിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ? യൂസ്ഡ് ടു പെർഫെക്റ്റ് എ ഹോസ്പിറ്റൽ റെസ്പോൺസ് ടു പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ. പർട്ടിക്കുലർ ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ട്രെയിനിങ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. മെമ്പേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് കേട്ടോ. കുറച്ച് വ്യക്തികളുടെ പേരുണ്ട്, അപ്പൊ അതൊക്കെ നോക്കാം. ഇനി ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ICS, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ICS, അതുപോലെ HICS ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. ഇൻസിഡന്റിലെ ഫംഗ്ഷൻ കമാൻഡ്സിൽ വരുന്ന ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി.
ദെൻ ഇവിടെ അക്യൂട്ട് കെയർ ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെയാണ് അക്യൂട്ട് കെയർ ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. OT അറിയാലോ, ഓപ്പറേഷൻ തിയേറ്റർ. ഡെഫിനിറ്റീവ് കെയർ ഏരിയ എന്നാണ് OT അറിയപ്പെടുന്നത്. ദെൻ ഹോൾഡിംഗ് ഏരിയ, അങ്ങനെയുള്ള ഏരിയകളൊക്കെ കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റു നമ്മൾ അധികം മെഡിക്കൽ ടേബിളൊന്നും വലിയ ബുദ്ധിമുട്ട് കാര്യമായിട്ടൊന്നും വരുന്നില്ല. ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന് നമ്മൾക്ക് നേരിടാൻ പറ്റുന്നത്. അതൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്നത് കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്, വായിച്ച് തന്നെ സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മാക്സിമം നന്നായിട്ട് വായിക്കണം കേട്ടോ. എല്ലാവരും വായിച്ചിട്ട് നിങ്ങൾ അതിന്റെ മീനിങ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഫുൾ ഫോമുകളും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ബാക്കി പഠിക്കേണ്ടതല്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ഇത്രയും നമുക്ക് പഠിക്കാനുള്ള സ്കൂളുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് അടയാളപ്പെടുത്തി പഠിച്ചു പോവുക. വലിയ വലിയ ചാപ്റ്ററിലൊക്കെ ടീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമല്ലോ, അതൊക്കെ പഠിക്കുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാണ്ട് എല്ലാവരും. ഇച്ചിരി സ്പീഡിൽ പോയി വേറൊന്നുമില്ല, നമുക്ക് ചാപ്റ്ററുകൾ കുറച്ച് കവർ ചെയ്യാനുണ്ടല്ലോ. ഇതൊരു വലിയ വലിയ ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ജനറൽ ടോപ്പിക് ഒക്കെ വരുന്നത്. സോ നമുക്ക് ചാപ്റ്റേഴ്സുകൾ ഫോളോ ചെയ്ത് പോണം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് എടുത്തത് ഇതുവരെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് വായിക്കാം, അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും ഇരിക്കണോട്ടോ, അല്ലെങ്കിൽ യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. ഓക്കെ, നമ്മൾ ഇവിടെ വരെയാട്ടോ പറഞ്ഞത്, കപ്പാസിറ്റി എമർജൻസീസിന്റെ കേസസ് വരെയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് വായിച്ചാൽ മതി വീട്ടിൽ പോയിട്ട് കേട്ടോ. വേറെ കുഴപ്പമില്ല, വീട്ടിലിരുന്ന് വായിക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വായിച്ചാൽ കിട്ടും, വായിച്ചില്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ.